ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ടും സ്റ്റൈലിഷായിട്ടും ഡെക്കറേറ്റ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ബിഗിനേഴ്സിന് പോലും സൂപ്പറായിട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നൊരു മെത്തേഡാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കേക്ക് ഐസിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫൈനൽ കോട്ടൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെയുള്ള ഈ ഒരു എങ്ങനെ ഐസിങ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഇതിന് മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കാണുക. അതിനുശേഷം നമ്മളിവിടെ ഗനാഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചോക്ലേറ്റ് ഗനാഷ്. ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് എടുക്കുക. 1:1 എന്ന റേഷ്യോ ആണ്. അതായത് 1 കപ്പ് ചോക്ലേറ്റിന് 1 കപ്പ് വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ എടുക്കാം. ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വിപ്പിംഗ് ക്രീം നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. അതായത് നന്നായിട്ട് തിളയ്ക്കുകയല്ല, ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നന്നായിട്ട് ചൂടാകുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കി എടുക്കുക. ഇവിടെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഞാനത് ചോക്ലേറ്റിലേക്ക് ഒഴിച്ച് വയ്ക്കുകയാണ്. ഒരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിന് ശേഷം ഈ ടൈമിൽ നമുക്ക് 1 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്യുന്നതാണ്. ഒരു ഗ്ലേസിംഗ് ഒക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ ഗനാഷ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗനാഷൊക്കെ ഒന്ന് അരിച്ചെടുക്കുക. കട്ടയൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇനി നമ്മൾ ഗനാഷ് നമ്മൾ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിക്കുമ്പോൾ ഗനാഷ് താഴെ ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ താഴെ വലിയൊരു പാത്രം വെച്ചെടുക്കുന്നത്. പിന്നീട് നമ്മൾ ഗനാഷ് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റുക. അതിനുശേഷം അതിൻ്റെ ടിപ്പ് മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിന്ന് ഫുള്ളായിട്ടാണ് ഗനാഷ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഗനാഷ് ഒന്ന് ആക്കി കൊടുക്കുക. നമ്മൾ ഗനാഷ് എത്താത്ത എല്ലാ ഭാഗത്തും നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആക്കി കൊടുക്കാൻ സിമ്പിളാണ്. അപ്പോൾ ഞാനിവിടെ ഗനാഷൊക്കെ കേക്കിൻ്റെ എല്ലാ ഭാഗത്തൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിൽ പേരെഴുതാം. നമ്മുടെ ഐഡിയ പോലെ തന്നെ എല്ലാം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഇതുപോലെ കുറച്ച് സ്പ്രിങ്കിൾസ് അതിൻ്റെ സൈഡിലൊന്ന് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് സ്പ്രിങ്കിൾസ് ഇടാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ മാത്രം പേരെഴുതേണ്ടിയ കേക്കാണെങ്കിൽ പേരെഴുതാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലവേഴ്സോ നമ്മുടെ ഐഡിയ പോലെ എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ സൈഡിൽ മൊത്തം ഇതുപോലെ സ്പ്രിങ്കിൾസ് ഇട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഡെക്കറേഷൻ വളരെ സിമ്പിളാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചോക്ലേറ്റിൻ്റെ ഇതുപോലെയുള്ള ഡെക്കറേഷൻസ് ഇതിൻ്റെ മുകളിൽ വെച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സിമ്പിളുമാണ്, കാണാൻ നല്ല ലുക്കുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോസിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.